വിവാദങ്ങൾക്കും കോടതി നടപടികൾക്കും പിന്നാലെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ്. JSK എന്ന ചുരുക്കപ്പേരിലും ഈ സിനിമ അറിയപ്പെടും. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി പതിപ്പുകളാണ് ഒന്നിച്ച് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലെ മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പടം കാണാൻ എത്തിയിരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാവിലെ 10 മണിക്ക് ആണ് ഈ ആദ്യ ഷോ തുടങ്ങുന്നത്. കാണാനാണ് നായകൻ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. ഈ രാഗം തിയേറ്ററിൽ നിന്ന് റാഫി കരീം തത്സമയം ചെയ്തു. റാഫി, യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ഇന്ന് സിനിമ കാണാൻ എത്തിയിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ വരവ് രാഗം തിയേറ്ററിന് കൂടുതൽ പ്രേക്ഷകരെ വരുത്തുമെന്നാണോ? ഈ ചെണ്ടേടിയൊക്കെ അവിടെ തന്നെയാണോ ഉള്ളത്? ആരാധകരെല്ലാം തന്നെ JSK സിനിമയുടെ ആദ്യ ഷോ കാണുന്നതിന് വേണ്ടി രാഗം തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയും സിനിമയിലെ രാവിലെ 10 മണിക്കാണ് ആദ്യ ഷോ. ഇതിൻ്റെ ഷോയുടെ സമയമായി കഴിഞ്ഞു. ആ ഷോ കാണാനാണ് ഇതിലെ മുഖ്യ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂർ രാഗം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി ചേർന്നു. വലിയ നിയമ പോരാട്ടങ്ങൾക്ക് കൊച്ചിയിലെ തിയേറ്ററിലാണ് ഇപ്പോൾ നിതിൻ അംബുജനുള്ളത്. നിതിൻ അംബുജൻ നമുക്കൊപ്പം ശരിയാണ്. നിതിൻ, കൊച്ചിയിലെ തിയേറ്ററിൽ എങ്ങനെ ഏത് തിയേറ്ററിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്? സമയത്തിന് തന്നെ ആദ്യ ഷോ ഇവിടെ നടക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി ആളുകളാണ് സിനിമ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. SK നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുന്നത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു സിനിമ റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ ജാനകി എന്ന പേര് പിന്നീട് പല തലത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോയിരുന്നു. സെൻസർ ബോർഡ് ഒരു ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റിലീസിംഗ് ഏറെ വൈകി. അതിനുശേഷം നിയമ പോരാട്ടം നടത്തി പിന്നീട് ഇപ്പോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലാണ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുന്നത്. അല്പസമയം തന്നെ സിനിമ കാണാനായി സിനിമയിലെ മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച ആസിഫലിയുടെ സഹോദരൻ അസ്കർ അലി ഇവിടെ എത്തിയിരുന്നു. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഈ സിനിമ കാണുന്നതെന്ന പ്രതികരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നതിലും സിനിമ കാണാനായി ഇപ്പോൾ പോരാട്ടത്തിന് ശേഷമാണ് ഏതാണ്ട് 8 മാറ്റങ്ങളോടുകൂടി സെൻസർ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള 8 മാറ്റങ്ങളോടുകൂടി ഇപ്പോൾ സിനിമ തിയേറ്ററിലെത്തിയിരിക്കുന്നത്. പേരും അതോടൊപ്പം തന്നെ കോടതി വിസ്താര നടപടികളിൽ നിന്നും ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്താണ് ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിലെത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രവർത്തകർക്കൊപ്പം സിനിമ കാണുക. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ പേരിൽ നിന്ന് ജാനകി എന്ന പേര് മാറ്റി ജാനകി വി എന്ന പേരാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം പേര് പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് സെൻസർ ബോർഡ് നിലപാടെടുത്തോടുകൂടിയാണ് സിനിമയുടെ പ്രദർശനം ഏതാണ്ട് അനിശ്ചിതത്വത്തിലേക്ക് നീളുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് സെൻസർ ബോർഡും അതോടൊപ്പം തന്നെ കോടതി നടപടികൾക്കെല്ലാം ശേഷമാണ് പിന്നീട് ഈ സിനിമയ്ക്ക് ഇന്നിപ്പോൾ സിനിമ പ്രദർശനത്തിലേക്ക് പോകുന്നു. ഓരോരുത്തരും ഇപ്പോൾ സിനിമ കാണാൻ പോവുകയാണ്. അതോടൊപ്പം നടൻ ആസിഫ്